ബട്ടർ സ്കോച്ച് പുഡിംഗിലേക്ക് അതുപോലെ കേക്കിലൊക്കെ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു കാരമൽ പ്രളയന്റെ റെസിപ്പിയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് നല്ലപോലെ കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പൊ ഒത്തിരി ഡാർക്ക് കളറിൽ ഒരു ബിറ്റ് ടേസ്റ്റ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാം അല്ലേ. ഒന്ന് മെൽറ്റ് ആവുന്നതിനനുസരിച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് മാത്രം 2 പിഞ്ച് ആ ഒരു ഉപ്പ് കേട്ടോ, കുറച്ച് മാത്രം മതി. ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂസും ആൽമണ്ട്സും പീനട്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് ചേർത്ത ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. അത് ചൂട് മാറുന്നതിനനുസരിച്ച് പെട്ടെന്ന് അങ്ങ് സെറ്റ് ആയി പോവേ. അപ്പൊ ചൂടൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്ന് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ചെറിയ പീസുകളാക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് എടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ടിന്നിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്താലും മതി കേട്ടോ. നമുക്ക് ആ ഒരു പുഡിങ്ങിലേക്കും കേക്കിലേക്കും എല്ലാ ഡെസേർട്സിലും ഒക്കെ നമുക്ക് ആ ഒരു ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്